സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ശൈല ടീച്ചർ? ഏറ്റവും കൂടുതൽ അധിക്ഷേപം, അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ? എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത്? നമ്മളെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം, മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണം തിരിച്ചടിയായതാണ്. കണ്ണൂരിലെയും വടകരയിലെയും പ്രത്യേകിച്ച് വലിയ തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജയരാജന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. ഫെലിക്സ് ആണ് നമുക്കൊപ്പം വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. ഫെലിക്സ്, വളരെ രസകരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനൊരു തിരുത്തൽ വരുന്നു എന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം അതിപ്പോഴും ഒരു പ്രയോഗമായി തന്നെയുണ്ട്, ക്യാപ്സ്യൂൾ. ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഓരോ വിഷയത്തിലെയും നിലപാട് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായി വരും, അത് നിങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് സൈബർ ആഹ്വാനം, അദ്ദേഹം സൈബർ പോരാളികളോട് ആഹ്വാനം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഈ സൈബർ പോരാളികൾ അതൊരു ബാധ്യതയായി മാറുന്നുവെന്ന്. തീർച്ചയായിട്ടും രതീഷ്, ഇതിലിപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഈ സൈബർ എടുത്ത് കൂടുതലായും യുവാക്കൾ ഈ സൈബർ സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നവരാണ്. അപ്പോൾ ഈ സൈബർ എടുത്ത് വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നു, അത് തിരഞ്ഞെടുപ്പിൽ കൂടി ബാധിച്ചു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇത്ര വലിയ തിരിച്ചടി എന്നാണ് MV ജയരാജൻ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പോരാളി ഷാജി, ചെങ്കോട്ട തുടങ്ങിയ പല സോഷ്യൽ മീഡിയ പേജുകളും ഗ്രൂപ്പുകളും ഒക്കെയുണ്ട്. ഇതിൻ്റെ അഡ്മിനെയൊക്കെ ചിലർ വിലക്കെടുക്കുകയാണ്. അതായത് പോരാളി ഷാജിയിലും ചെങ്കോട്ട അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ആദ്യം ഇടത് അനുകൂല പോസ്റ്റുകൾ വരുമെങ്കിലും പിന്നീട് ഇടത് വിരുദ്ധ പോസ്റ്റുകളിലേക്ക് ഇത് മാറുന്നു എന്നതാണ് പറയുന്നത്. അങ്ങനെ വിലക്കെടുക്കുന്നു, അത് നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് പ്രവർത്തകരടക്കം മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഈ പോരാളി ഷാജി അടക്കമുള്ള ഈ പേജുകൾ നമുക്കറിയാം അതിശക്തമായി ഇടത് അല്ലെങ്കിൽ CPM വേണ്ടി വാദിക്കുന്ന ഈ പേജുകളും ഗ്രൂപ്പുകളും ഒക്കെയാണ് സൈബർ എടുത്ത്. എന്നാൽ ചില സമയത്ത് ഇത്തരത്തിൽ CPM വിമർശിച്ചുകൊണ്ടും ഒരു തിരുത്തൽ എന്ന രീതിയിലുള്ള പോസ്റ്റുകളും വരാറുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ MV ജയരാജൻ പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അത് സൈബർ എടുത്ത പ്രചരണം അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു, അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം. ഇടതുപക്ഷമാണ് എന്ന് കരുതുന്ന പേജുകളിൽ പോലും ഇടത് വിരുദ്ധ പ്രചാരണമാണ് ഉണ്ടാകുന്നത്, അത് കരുതിയിരിക്കണം. അത്തരം ഒരു ജാഗ്രത വേണം. പ്രത്യേകിച്ച് വടകരയിലടക്കം അതിരൂക്ഷമായ സൈബർ ആക്രമണം വടകരയിലെ സ്ഥാനാർത്ഥിക്കടക്കം നേരിടേണ്ടി വന്നു. അതുകൊണ്ട് ഈ ഇടതുപക്ഷം എന്ന് കരുതി നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന പേജുകൾ അത് ഇടതുപക്ഷമല്ല, അത് ഇടത് വിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണമായും പോരാളി ഷാജി അടക്കമുള്ള പേജുകളെ തള്ളിപ്പറയുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി.